ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോണത് ബുധനാഴ്ച വൈകുന്നേരം മുതൽ വ്യാഴാഴ്ച രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞങ്ങളിപ്പോൾ പോണത് എങ്ങോട്ടാണെന്ന് അറിയാമോ? നമുക്ക് വ്യാഴാഴ്ച ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് പള്ളിയിൽ. അപ്പോൾ അതിന് എനിക്ക് ഇടാൻ വേണ്ടി ഒരു വെള്ള ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോകണുണ്ട്. ബബിക്കുട്ടന് ഒരു ഷർട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. ബബിക്കുട്ടൻ ഇങ്ങനെ വണ്ടിയിൽ നടുക്കിരിക്കണത് ഇഷ്ടമല്ല കേട്ടോ. പുള്ളിക്ക് എപ്പോഴും ഇങ്ങനെ എണീറ്റ് നിൽക്കാനാണ് ഇഷ്ടം, ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ഫോണിൽ ക്യാമറ ഓണാക്കി വെച്ചതുകൊണ്ട് എനിക്ക് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്താനായിട്ട് ധൈര്യം ഉണ്ടായില്ല. ഇതാണ്ട കട, ഇവിടെ ഞാൻ കുറച്ചധികം നാളായിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കണത്. അങ്ങനെ ഞാൻ വേഗം തന്നെ പോയി ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി വാങ്ങിച്ചിട്ടൊക്കെ വന്നേ. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് അരൂരേക്കാണ്. അരൂർ എൻ്റെ അമ്മയ്ക്ക് മീൻ തട്ടാണ്, മീൻ കച്ചവടമാണ്. അപ്പം അമ്മയുടെ അടുത്ത് നിന്നായിരിക്കും ഞങ്ങൾ മിക്കപ്പോഴും കറിയൊക്കെ പോയി എടുക്കണത്. അപ്പോൾ അതുവഴി അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരിക. പച്ചക്കറിയും സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ പോയി വാങ്ങുവേ. അപ്പോൾ ഞങ്ങൾക്ക് മിക്കപ്പോഴും കിട്ടണ ഒരു പണിയാണ് ഗേറ്റ് ഇടാം. ഇച്ചാന് തീരെ ഇഷ്ടമല്ല കേട്ടോ, കാരണം ഇച്ചാൻ അത്ര ക്ഷമയൊന്നുമില്ല ഇങ്ങനെ നിൽക്കാനായിട്ടുള്ള. ഇപ്പം എന്താ പറയണ, മമ്മൂട്ടി മോഹൻലാലിൻ്റെയും പേരിൽ ഞങ്ങൾ തല്ലുപിടിക്കാറുണ്ട്. അതുപോലെ തന്നെ തല്ലുപിടിക്കുന്ന ഒരു കാര്യമാണ് എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ലയിൽ നിന്ന്. കാരണം ആലപ്പുഴ ജില്ലയിൽ എപ്പോഴും ഗേറ്റഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഇച്ചാൻ പറയണത്. എറണാകുളം ജില്ലക്കാർക്ക് അങ്ങനെ അധികം ഇല്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കുന്നത് എന്തിനാണ് ആലപ്പുഴ ജില്ലയോട്ട് വന്നതെന്ന്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങോട്ടൊക്കെ തന്നെയാണല്ലോ വന്നത്. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ബബിക്കുട്ടന് ഭയങ്കര ഇഷ്ടമുണ്ട്, കാരണം അവന് ട്രെയിൻ കാണാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മെയിൻ റോഡിലോട്ട് കയറി. മെയിൻ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഭയങ്കര മോശമുണ്ടാകും, പറയാതിരിക്കാൻ വയ്യ. എന്താണ് റോഡ് ഏതാണ്, കുഴി ഏതാണ്, വെള്ളം ഏതാണ് ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയാണ്. അത്രയും എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ഏത് ആപത്താണ്, ഇങ്ങനെയാണ് ഏത് വഴി കൂടി വന്നതെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയുള്ള റോഡും കൂടി ഇങ്ങനെ കിടക്കണ കാരണം എന്താ പറയണ, അത്രക്കും പേടിയാണ്. എത്ര പേരാണ് ഈ കുണ്ടും കുഴിയിലൊക്കെ വീണിട്ട് ഓരോ ദിവസവും വീഡിയോയിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഈ റോഡിൽ കൂടി വരാനേ പേടിയാണ്. പിന്നെ അന്ന് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കടയിൽ പോകാനുണ്ടായിരുന്നുകൊണ്ടാണ് ഈ വഴി വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ വഴി അങ്ങനെ അധികം വരാറില്ല. ഇപ്പം മഴ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെയായി കിടക്കണത്. പക്ഷേ വെയിലാണ്, ആ സമയമൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പൊടിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ മീൻ തട്ടിൽ എത്തിയേട്ടാ. മിക്കപ്പോഴും ഞങ്ങൾ വന്ന് മീനെടുക്കും. ഇഷ്ടമുള്ള മീനൊക്കെ എടുത്ത് അമ്മ വെച്ചേക്കും. ഇപ്പം മീൻ തലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചോട്ടാ. മീൻ തല മീൻസ് വലിയ തല ഏട്ടാ, കേരയുടെയൊക്കെ വലിയ തലയിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അമ്മ എടുത്ത് വെച്ചേക്കും, എന്നിട്ട് വിളിക്കും. അപ്പോൾ ഞങ്ങൾ പോയി എടുക്കുകയും ചെയ്യണത്. അപ്പം അന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ അധികം എടുക്കാൻ വേണ്ടി പറ്റില്ല. ചെറിയൊരു വീഡിയോയുടെ ക്ലിപ്പ് അത് ഞാൻ സ്ലോ മോഷനിൽ ഇട്ടേക്കണത്. അത്യാവശ്യം കുറച്ച് മീനുണ്ടായിരുന്നുള്ളൂ. നമ്മളിതിൽ നിന്ന് എന്താണ് കൊഴുവനാണ് എടുത്തതെന്ന് തോന്നണം കേട്ടോ. കൊഴുവൻ എടുത്തിട്ട് പോകുന്നത്. ഈ ചാളീന്ന് എടുക്കാൻ നിന്നില്ല. ഇത് ഒരുപാട് മുള്ളുള്ള മറ്റേ കോക്കാൻ ചാളയില്ല, ആ ചാളീന്ന് അതൊന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ അയിലയും കിളിമീനൊക്കെ ആയിരുന്നു. കിളിമീൻ എടുക്കണമെന്നുണ്ടായി, പക്ഷേ ലാസ്റ്റ് ആയപ്പോഴേക്കും തീർന്നു പോയി. ഞങ്ങൾ എടുക്കണതിന് മുമ്പ് തന്നെ തീർന്നു. അങ്ങനെ കൊഴുവ മാത്രം എടുത്തുകൊണ്ട് പോകുന്നു. ബബിക്കുട്ടനാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കൂടെ കളിയായിരിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയൊക്കെ കാണാം. അങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് അമ്മ നേരെ ഞങ്ങൾ ചായ വാങ്ങിത്തരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ബേക്കറിയിലോട്ട് പോയിട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ബബിക്കുട്ടനെ വേണ്ട സാധനങ്ങളൊക്കെ അമ്മ ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെ അവനിങ്ങനെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും, അമ്മ ഇങ്ങനെ മേടിച്ച് കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അങ്ങനെയാണ് ഓരോ സാധനങ്ങൾ തൊട്ടോട്ട് കാണിക്കുക. അപ്പോൾ അമ്മ അതൊക്കെ വാങ്ങിക്കൊടുക്കും. അങ്ങനെ ആ കടയിൽ നിന്ന് അവന് വേണ്ട സാധനങ്ങളൊക്കെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അമ്മ അതേ ബില്ലൊക്കെ പേ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇച്ചായനൊരു ചെരുപ്പ് വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഫാൻസി സ്റ്റോറിലാണ് കയറിയത്. അവിടെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും മേടിപ്പിച്ചില്ല, കാരണം ഞാൻ എന്തെങ്കിലും നോക്കുമ്പോൾ തന്നെ ഇച്ചായൻ എന്നെ കണ്ണുകൊട്ടി നോക്കണ്ടായിരുന്നു, നോ നോ എന്നുള്ള രീതിയിൽ. പിന്നെ ഞാനൊന്നും വാങ്ങിക്കാനൊന്നും പോയില്ല. ഇച്ചായനൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ കറിയൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ കിടന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ച കണ്ടേ കാണുന്നത്. എഴുന്നേക്കാൻ നല്ല മടിയായിട്ട് എണീറ്റിട്ടുണ്ട്, പിന്നെ കിടക്കണേണ്, എഴുന്നേക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെ മടിച്ച് കിടക്കണതാണ് കള്ളൻ. ചില ദിവസമൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ പുള്ളിക്ക് എഴുന്നേക്കാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ നമുക്ക് പള്ളിയിൽ പോകണ്ടേ, അതായത് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ പള്ളിയുടെ അകത്തൊന്നും ഇവർ കയറത്തില്ല, പുറത്തുള്ള കടകളിലൊക്കെ കയറിക്കൊണ്ടിരിക്കും. അപ്പം പള്ളിയിൽ നിന്ന് വാങ്ങിക്കണ കാറ് പള്ളിക്കാരെന്ന് ഇവൻ പറയണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളിക്കാർ മേടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് അത് വാങ്ങണ്ടേ ഇത് വാങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞ് പുള്ളീനെ ഒരു കണക്കിന് ഞങ്ങൾ എണീപ്പിച്ച്. പിന്നെ ചേച്ചിമാരെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേച്ചിമാരെ കാണണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കണക്കിന് എണീറ്റ്
അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണക്കിന് അപ്പനെയും മകനെയൊക്കെ ഞാൻ ഒരുവിധം റെഡിയാക്കി ഞങ്ങൾ ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന്. ഇതാണ്ട് എൻ്റെ വെള്ള ഡ്രസ്സ് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാമേ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ബബിക്കുട്ടനെ കണ്ടില്ല, ഇതുപോലെ ഇരുത്തണം ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അവൻ ഇങ്ങനെ എന്താ പറയുക അലമ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ മോന്തയൊക്കെ കണ്ടില്ലേ, അവൻ തീരെ ഇഷ്ടമല്ല. ഞങ്ങൾ നേരെ കണ്ണമാലിപ്പള്ളിയിലാണ് കേട്ടോ പോകേണ്ടത്. അപ്പോൾ നമ്മൾ കുമ്പളങ്ങിന് നേരെ കണ്ണമാലിപ്പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 11 മണിക്കാണ് കുർബാന. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 10:50. 10 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ആ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പോകണതാണ് ഈ കാണുന്നത്. ഈ എന്താ പറയണം, എവിടെ പോകാനാണെങ്കിലും ആ അറ്റപ്പറ്റ സമയത്തായിരിക്കും ഉച്ചയാൻ ഇറങ്ങണത്. അത് കുറ്റം മുഴുവൻ എനിക്കായിരിക്കും. ഞാനൊരുങ്ങാൻ ലേറ്റായെന്നേ പറയുള്ളൂ. ഞാൻ മിണ്ടാണ്ടെന്ന് കേൾക്കും. ചില സമയങ്ങളിലൊക്കെ സത്യമായിരിക്കും, അതുകൊണ്ട് ഞാൻ മിണ്ടാറില്ല. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി കേട്ടോ. പള്ളിയിലെത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ബബിക്കുട്ടനും പപ്പയും കൂടി കളിയായി. ഭാഗ്യത്തിന് അവിടെ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പള്ളിയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ കുടുംബത്തിൽ അത്രയും പ്രിയപ്പെട്ട ഒരു അമ്മച്ചിയുടെ 1ാം ചരമവാർഷികമായിരുന്നു കേട്ടോ. അങ്ങനെ അകത്ത് കുർബാന നടക്കണുണ്ട്. അപ്പോൾ ഞാൻ കുർബാനയൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പുറത്ത് അപ്പനും മകനും കൂടി നിൽക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മീനൊക്കെ വളർത്തണ കാരണം അതൊക്കെ നോക്കിക്കൊണ്ട് ചെയ്യാൻ നിൽക്കണമായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി പോണ പോക്കാണ്ടായി കാണുന്നത്. അപ്പം കുറേ ആൾക്കാരൊക്കെ ഉള്ള കാരണം ഭയങ്കര ചമ്മലുണ്ടായിരുന്നു. പിന്നെ എന്താ പറയണം, ഫോട്ടോയൊക്കെ എടുക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങനെ ഇച്ചാനാണ് കേട്ടോ ഫോട്ടോയൊക്കെ എടുത്ത് തന്നത്. പിന്നെ അതുപോലെ എന്താണ് ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, അതായത് മീഷോയിൽ ഞാൻ 100 രൂപയ്ക്ക് 111 രൂപയ്ക്ക് വാങ്ങിച്ച സാരി, ഒരു വൈറ്റ് സാരി, അത് കൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഈ ഡ്രസ്സ് കൊള്ളാമെന്ന് പറയണേ. പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാനാണെങ്കിലും സപ്പോർട്ട് ചെയ്യണ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇത്, ഹിൽനമ്മ. അതായത് ഇച്ചായൻ്റെ ചേച്ചിയുടെ ഇളയ മകളാണ്. അതായത് എനിക്ക് കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ. അപ്പം ഹിൽനയാണ് കേട്ടോ എനിക്ക് കുറേ ഹെൽപ്പൊക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യണത് ഹിൽനയാണ്. ബബിക്കുട്ടനാണെങ്കിൽ അവിടെ അവനിങ്ങനെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവനിങ്ങനെ ഓടി നടക്കും. അവിടെ കളിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. ബിരിയാണി ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി. അങ്ങനെ ഞങ്ങൾ കഴിക്കാതിരുന്നപ്പോഴത്തേനും ബബിക്കുട്ടൻ വന്ന് അവനും ഞാൻ 2-3 വായൊക്കെ വാരിക്കൊടുത്തു. പക്ഷേ അങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു കണക്കിനൊക്കെ ഇത്തിരി കഴിപ്പിച്ച്, പക്ഷേ അവന് കളിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കയറിയിരുന്നത് കാരണം അവൻ അധികം മൈൻഡ് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ വേഗം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവൻ്റെ പുറകെയുള്ള ഓട്ടമായിരുന്നു. അവൻ ഇത്രയും വലിയ സ്ഥലമൊക്കെ കണ്ടിട്ട് പുള്ളി എങ്ങോട്ട് ഓടണമെന്ന് അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കണമായിരുന്നു. പിന്നെ കുറേ നേരം വൈകുന്നേരമായപ്പോഴേക്കും അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബിരിയാണി കുറച്ച് ചോറുണ്ടായിരുന്നു, അത് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, വേഗം വന്നു പറഞ്ഞു. അപ്പോൾ ഈ ചായമ്പ വേഗം തന്നെ അത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് പോകുന്നിട്ട് അങ്ങനെ ബിരിയാണി എടുത്ത് വെച്ച് യൂട്യൂബിലൊരു പഴയ സിനിമ സേതുരാമ റെസിപ്പി, ആ സിനിമയായിട്ട് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.